എല്ലാം കൊണ്ടും ട്രംപ് മച്ചമ്പിക്ക് കോളോട് കോളാണ്. കോളെന്ന് പറഞ്ഞാൽ ബമ്പൻ കോള്. നാവിക ഉപരോധം ഏർപ്പെടുത്തി ഹോർമിസ് കടലിടുക്കിലൂടെ കപ്പലുകൾ ഓടിക്കാതിരിക്കാൻ വെല്ലുവിളിച്ച് ഒരു സ്തംഭനാവസ്ഥ സൃഷ്ടിച്ച് വരട്ടി ഇറാനെ കീഴ്പ്പെടുത്താം എന്ന് വിചാരിച്ച് അതിലേക്കെങ്കിലും നാറ്റോയും ഗീറ്റോയും കൂറ്റോയും ഒക്കെ വരുമെന്ന് വിചാരിച്ച് ട്രംപ് വെല്ലുവിളിച്ചപ്പോൾ UK പറഞ്ഞു, തീർത്ത് പറഞ്ഞു, ഈ പണിക്ക് ഞങ്ങളില്ല, ഞങ്ങൾ ഈ പരിപാടിക്കേ ഇല്ല. മച്ചമ്പി ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മച്ചമ്പി തന്നെ അങ്ങ് ചെയ്താൽ മതി. വേണമെങ്കിൽ പങ്കുകാരനായിട്ട് നെതന്യാഹുവിനെയും കൂടെ വിളിച്ചോളുക. ഞങ്ങളെ ആരെയും ഈ കെടുതിയിലേക്ക് വലിച്ചിടേണ്ട. സ്വയം ചെയ്യുക, അനുഭവിക്കുക. പിന്നെ അതിനനുബന്ധമായി എന്തെങ്കിലും അനുഭവിക്കാനുണ്ടെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ വിധിയെന്നോർത്ത് അനുഭവിച്ചു കൊള്ളാം എന്ന് പറയുന്ന തരത്തിലാണ് UK മറുപടി കൊടുത്തത്. അടിക്കാൻ വിളിച്ചപ്പോൾ വന്നില്ല, ഇടിക്കാൻ വിളിച്ചപ്പം വന്നില്ല, വെടിവെക്കാൻ വിളിച്ചപ്പം വന്നില്ല. എന്നാൽ ഈ ഉപരോധത്തിലെങ്കിലും ഒന്ന് പങ്കെടുക്ക്. നാവിക ഉപരോധം പുള്ളി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ ഉപരോധത്തിലെങ്കിലും ഒന്ന് പങ്കെടുക്കാൻ വിളിച്ചിട്ട് ആരും ചെല്ലുന്നില്ല. വല്ലാത്തൊരു ഗതികേടിലാണ് മച്ചമ്പി. എന്ത് ചെയ്യും? ഹോർമിസ് കടലിടുക്കിൽ വലിയ അഭ്യാസങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. അതിൻ്റെ അടിയിലൂടെയാണ് യൂറോപ്പിനെയും മിഡിൽ ഈസ്റ്റിനെയും ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരുപാട് കേബിളുകൾ കടന്നു പോകുന്നത്. അതിനകത്തെങ്ങാനും പോയി തൊട്ട് അതെല്ലാം കൂടെ കണ്ടിച്ചവന്മാർ ദൂരെ കളഞ്ഞാൽ സംഗതി പടം പൊളിഞ്ഞു. അടിക്കാൻ ഒട്ടും പറ്റുന്നില്ല. അടിച്ചാൽ പടപടാന്ന് തിരിച്ചടിക്കുകയാണ്. എന്ന് മാത്രവുമല്ല, 3-4 ദിവസം മുമ്പ് ചൈന കുറേ ആയുധങ്ങൾ കൈമാറിയെന്നും വിവരമുണ്ട്. അതെല്ലാം കൂടെ ആവുമ്പോൾ ഇനി അടിക്ക് പോയാൽ മൂടിളകുമോ എന്ന ഭയം നന്നായിട്ടുണ്ട്. പിന്നുള്ള ഒരു പ്രധാനപ്പെട്ട പേടി, ഇവിടിട്ടെന്തെങ്കിലും അടിച്ചാൽ ഈ ട്രംപിനെ തീറ്റിപ്പോറ്റുന്ന അറബ് മുതലാളിമാരുടെ രാജ്യത്തെ കുടിവെള്ളവും കറണ്ടും ഒക്കെ ഈ തലയ്ക്ക് വെളിവില്ലാത്തവന്മാർ കയറി ആക്രമിച്ചാൽ അതും കുഴപ്പമാവും. സംഗതി ഇപ്പോൾ എങ്ങോട്ടും പോകാൻ വയ്യാത്തൊരവസ്ഥയായി. പണ്ട് നാട്ടുമ്പുറത്ത് ഏതോ ഒരു ബാലൻ ഇരുന്ന് പറഞ്ഞ ഒരു കഥ പറയാറുണ്ട്. സന്ധ്യയായി, കരണ്ടും പോയി, ഉമ്മായേം കാണുന്നില്ല, ഊമ്പും കടിക്കുന്നു എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ ട്രംപ് നിൽക്കുന്നത്. ഉറുമ്പും കടിക്കുന്നുണ്ട്, ആരെയും കാണുന്നില്ല, ഒരാളും വിളിച്ചിട്ട് വരുന്നില്ല. അങ്ങനെ വല്ലാത്തൊരു ചക്രവ്യൂഹത്തിൽപ്പെട്ട് നിൽക്കുകയാണ് അതിയാൻ. നിയന്ത്രണം ഒരുമാതിരി എല്ലാം നഷ്ടപ്പെട്ടു. ഈ വെല്ലുവിളിയും പോസ്റ്റിടലും അല്ലാതെ അണുവിട മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. ഈ $5 $4 എന്നൊക്കെ പറഞ്ഞ് ഇപ്പം നിൽക്കുന്ന പെട്രോൾ വിലയുണ്ടല്ലോ, അത് നിങ്ങൾക്ക് മിസ് ചെയ്യുമെന്ന് ഇറാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ അതൊരു ഓർമ്മയായി മാറും. അതങ്ങ് ചിലപ്പോൾ 10ലേക്കും 15ലേക്കും ഒക്കെ പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഒരു കാര്യവുമില്ലാതെ ഒരു രാജ്യത്ത് കടന്നു കയറി ആക്രമിച്ചിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഏതായാലും വല്ലാത്തൊരവസ്ഥയിൽ ഒരു വല്ലാത്ത പെടൽ വിട്ടിരിക്കുകയാണ് സാക്ഷാൽ ട്രംപ്. ഉപരോധത്തിനും ആരും കൂടുന്നില്ല. ഇനി ഉപരോധിച്ച് വീണ്ടും 20 മണിക്കൂർ പറന്ന് പാകിസ്ഥാനിലേക്ക് പോയി ചർച്ച വെക്കുമോ എന്നാണ് ലോകം നോക്കിയിരിക്കുന്നത്. അല്ലാതെ സംസ്കാരത്തെ ഇല്ലാതാക്കുന്നതും തുടച്ചു മാറ്റുന്നതും കത്തിച്ചാമ്പലാകുന്നതും എല്ലാം പുള്ളി അവസാനിപ്പിച്ചു. അതെല്ലാം പുള്ളി, ആ ഗ്യാസ് അടുപ്പെല്ലാം പുള്ളി അണച്ചു വെച്ചു. ഇപ്പോൾ പൊത്താനും വിറകും വെച്ച് നൂതുക. വല്ലാത്തൊരു ട്രംപും വല്ലാത്തൊരു ലോകവും വല്ലാത്തൊരു കാലവും.